ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ വളരെ മോശം അഭിപ്രായമുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവർ സ്കൂളിലൊക്കെ ചെന്നിട്ട് ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ എപ്പോഴും വലിയ കംപ്ലൈൻ്റാണ്, അവർ ടീച്ചേഴ്സൊന്നും ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന പല പേരൻറ്റും പലപ്പോഴും നമ്മളൊരു മൈക്രോ ലെവലിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ആ പേരൻ്റ് എന്ന നിലയിലുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളോട് പലപ്പോഴും നിറവേറ്റാത്തവരാണ്. ഒരു സ്കൂളിലൊരു നല്ല പേരൻറ്റിങ് ക്ലാസ് ഉണ്ടെങ്കിൽ പോലും അതിൽ പോയി അറ്റൻഡ് ചെയ്യാത്ത, കുട്ടിയുടെ കാര്യത്തിലൊന്നും ശ്രദ്ധ ചെലുത്താത്ത, അല്ലെങ്കിൽ അമ്മയെ ഈ ജോലിയെല്ലാം ഏൽപ്പിച്ച് നടക്കുന്ന പുരുഷന്മാർ, ഇങ്ങനെയൊക്കെയുള്ളവരാണ് കൂടുതലും പിന്നെ അധ്യാപകരെക്കുറിച്ച് മോശം പറയുന്നത്. ഒരു കാര്യം ഞാൻ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും മികച്ച ഒരാളിനെ അധ്യാപകരാക്കാൻ കഴിഞ്ഞ തലമുറയിലൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രഗത്ഭരായ അധ്യാപകരെല്ലാം സമൂഹത്തിലുണ്ടാകത്തതിനെക്കുറിച്ച് നമ്മൾ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഉള്ള അധ്യാപകരെന്ന് പറയുന്നത് അതാണ് പ്രായോഗികമായി ഈ സമൂഹത്തിലുള്ള അധ്യാപകർ. അവരെ സംബന്ധിച്ച് അവർക്ക് മാജിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. അവരാരും സർക്കസൊന്നും പഠിച്ചിട്ട് വന്നവരുമല്ല. സ്വാഭാവികമായിട്ട് അവർക്ക് നിങ്ങളുടെ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ നല്ലൊരു ഭവനം നമ്മൾ വീട്ടിലൊരുക്കുകയും ആ ഭവനത്തിൽ നിന്ന് പിന്നെ സാംസ്കാരികപരവും മൂല്യപരവുമായിട്ടൊക്കെ മികച്ച കുട്ടികൾ സ്കൂളിലേക്ക് ചെന്നാൽ അവർക്ക് അതിൻ്റെ ബാക്കി ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിൽ നിന്ന് യാതൊരു ഓറിയൻറ്റേഷനും ഇല്ലാത്ത കുട്ടികളെ മാജിക്ക് കാണിച്ചൊന്നും അധ്യാപകർക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഭവനം നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കംപ്ലയിൻറ്റ് പറയാതിരിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെയും കംപ്ലയിൻറ്റ് പറയേണ്ട കാര്യമില്ല, മാതാപിതാക്കൾ അധ്യാപകരുടെയും കംപ്ലയിൻറ്റ് പറയേണ്ട കാര്യമില്ല. ഒരുമിച്ച് നിന്ന് സഹകരിച്ച് പ്രവർത്തിച്ചാൽ നല്ല മാറ്റങ്ങൾ കുട്ടികൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ലോകത്ത് ഉണ്ടായിട്ടുള്ള നല്ല മോഡലുകളല്ല.